പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. JSC ന്യൂസിലൂടെ ക്രൂശിനരികെ എന്ന പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ സഭ വലിയ നോമ്പിലൂടെ യാത്ര ചെയ്ത് 40-ാം വെള്ളിയാഴ്ചയുടെ അനുഭവത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്നവൻ 40 ദിവസം ഉപവസിച്ചതിന് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയുടെ ആധാരം. നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്ത ഒരു വേദഭാഗമാണല്ലോ ഇത്. 3 തരത്തിലാണ് കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുക. ഒന്നാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് 40 ദിവസം ഉപവസിച്ച് വിശന്നിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ പിശാച് പറയുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ തക്കവണ്ണം പറയുക എന്നതാണ്. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വചനം കൊണ്ടും അത്രേ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് കർത്താവിന് ആ സമയത്ത് അത്യാവശ്യമായി വേണ്ടത്? ആ കാര്യത്തെ പിശാച് എങ്ങനെ ലഭിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശന്നിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ അവന് ആവശ്യമായിരിക്കുന്ന കാര്യത്തിൽ പ്രലോഭിക്കുവാനായിട്ട് പിശാച് ശ്രമിക്കുകയാണ്. ഏദന്റെ പറുദീസായിൽ വെച്ച് സംഭവിച്ചതും ഇത് തന്നെയല്ലേ. 1-ാം ആദാമിന്റെ അടുക്കൽ പിശാച് കടന്നു വന്നിട്ട് പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടല്ലോ, അവൻ എന്തിയെ നിന്നോട് എല്ലാം തരാതെ ഒരു കാര്യത്തിൽ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നത്? ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. 1-ാം ആദാമിന്റെ അടുക്കൽ പിശാച് വന്ന് പരീക്ഷിച്ചപ്പോൾ അവിടെ ആദാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവൻ ഫലം പറിച്ചു തിന്നു, പാപം ചെയ്തു. എന്നാൽ 2-ാം ആദാമിന്റെ അടുക്കൽ ഇതേ കൗശലവുമായി വന്ന പിശാച് അവിടെ തോറ്റുപോവുകയാണ്. വാത്സല്യമുള്ളവരെ, പിശാച് പറഞ്ഞ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക, നിന്റെ വിശപ്പിനെ മാറ്റാൻ. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഒരു വാക്ക് പോലും കൽപ്പിക്കാതെ തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞത്? എന്താണ് കർത്താവ് പറഞ്ഞത്? ദൈവത്തിൻ്റെ വചനം കൊണ്ടും നിങ്ങൾ ജീവിക്കുമെന്ന്. കല്ല് അപ്പമായി തീരുവാൻ കർത്താവിന് ഒരു വാക്ക് മതി. എന്നാൽ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കല്ല് അപ്പമായി തീരുവാൻ ആയിട്ട് അല്പസമയം ആവശ്യമുണ്ട്. ഈ കല്ലൊരിക്കൽ അപ്പമായി തീരുമെന്ന് നിശ്ചയമാണ്. അതെങ്ങനെയാണെന്നല്ലേ? കല്ല് പൊടിഞ്ഞ് മണ്ണായി തീർന്ന് ആ മണ്ണിൽ ഒരു ഗോതമ്പ് ചെടി നട്ട് പിടിപ്പിച്ച് ആ ചെടിയിൽ ഗോതമ്പ് മണികൾ ഉണ്ടായി അത് പൊടിച്ച് ചുട്ടത് അപ്പമാക്കി നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും. അപ്പോൾ ആ കല്ല് അപ്പമായി മാറ്റപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഒരു നീണ്ട പ്രക്രിയ തന്നെ, ഒരു നീണ്ട സമയം തന്നെ ഇതിന് ആവശ്യമുണ്ട്. ഒരു അധ്വാനത്തിൻ്റെ ആവശ്യമുണ്ട്. ആ സമയം വരെയും കാത്തിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും തിടുക്കമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ആഗ്രഹം വെച്ചാൽ അത് അപ്പോൾ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അത് ഏതെല്ലാം വിധത്തിൽ നേടിയെടുക്കുവാൻ പറ്റുമോ, അത് ന്യായമായ തരത്തിൽ, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാണെങ്കിൽ അതങ്ങനെ, അപ്രകാരം ഏതെല്ലാം തരത്തിൽ അത് ലഭിക്കുവാൻ പറ്റുന്ന കുറുക്കു വഴികൾ പരീക്ഷിക്കുകയാണ് മനുഷ്യർ. എന്നാൽ നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന് കുറുക്കു വഴികളോട് താല്പര്യമില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്പോർട്സ്മാനായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ മത്സരത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്,
ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരണം, എന്നാൽ അതിന് കുറുക്കു വഴികൾ കണ്ടെത്തരുത് എന്ന്. അദ്ദേഹം 24 വർഷം ക്രിക്കറ്റിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറുക്കു വഴികൾ ഒന്നും അദ്ദേഹം നേരിടാത്തത് കൊണ്ടാണ് ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം തീർന്നത്. വാത്സല്യമുള്ളവരെ, യേശുക്രിസ്തുവും ഇതേ അനുഭവത്തിലാണ് നമ്മളോട് പറയുന്നത്. കുറുക്കു വഴികളോട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. യേശുക്രിസ്തുവിന് കുറുക്കു വഴികളോട് താല്പര്യമില്ല. നേരായ വഴിയിലൂടെ നടക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. ഈ കല്ലപ്പമായി തീരുവാനായിട്ട് അല്പമൊന്ന് കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനൊരു പ്രക്രിയ ആവശ്യമാണ്. ആ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നാം കാത്തിരുന്നേ മതിയാകൂ. ഒന്നാമത്തെ പരീക്ഷണത്തിന് കർത്താവ് ഇവിടെ വിജയിക്കുകയാണ് നാം വായിച്ചു നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷണം കുറച്ചുകൂടി രസമാണ്. കാരണം ഒന്നാമത്തെ പരീക്ഷണത്തിന് ജയിച്ചത് കർത്താവ് ദൈവവചനത്തിൽ നിന്ന് എടുത്ത് സാത്താനോട് പറഞ്ഞിട്ടാണ്. എന്നാൽ രണ്ടാമത്തെ പരീക്ഷണത്തിൽ സാത്താൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സാത്താൻ ആരംഭിക്കുന്ന ദൈവവചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം അവൻ എപ്രകാരം പറഞ്ഞത് സാത്താൻ പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ നീ താഴേക്ക് ചാടുക എന്ന്. ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തിയിട്ട് അവൻ പറഞ്ഞതാണ് ഈ വാക്യം. എന്നിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ അവർ അവരുടെ കൈകളിൽ നിന്നെ വഹിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നില്ലേ എന്ന്. വാത്സല്യമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തെ സാത്താൻ എടുത്ത് ഉപയോഗിച്ച് അവൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിച്ച് കർത്താവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, മാലാഖമാർ നിന്നെ താങ്ങുകയില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ദൈവമക്കളെ, ഇത് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ കർത്താവിനെ നമ്മൾ എങ്ങനെ പലതരത്തിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ ടെസ്റ്റ് ചെയ്യുവാനായിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ എന്നറിയുവാനുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് നടത്താറില്ലേ? അനുഗ്രഹിക്കപ്പെട്ടവരെ, ദേവാലയത്തിന്റെ അഗ്രത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് താഴേക്ക് ചാടുവാൻ പിശാച് ആവശ്യപ്പെടുന്ന ഭാഗം വായിച്ചു നോക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും, അതിന്റെ മുകളിൽ നിന്ന് ചാടുന്നവൻ എങ്ങനെ വന്നാലും താഴത്തേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരിക്കലും രക്ഷപ്പെടില്ല. അത് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ യേശു തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് സാത്താൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നീ ദൈവത്തിന്റെ പുത്രനാണ് എങ്കിൽ നീ ചാടുക, നിന്റെ ദൂതന്മാരോട് അവൻ കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവൻ നിന്നെ വഹിക്കുമെന്ന്. അപ്പോൾ ചാട്ടം ആവശ്യമായ ഒരു സ്ഥലമുണ്ട്, അവിടെ ദൈവം നമ്മെ കരുതിക്കൊള്ളും. ഈ ആലയത്തിന് മുകളിൽ നിന്ന് ചാടേണ്ടതായ ഒരു കാര്യവുമില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ അതിനൊരാവശ്യവുമില്ല, ഒരു അത്യാവശ്യവുമില്ല, അങ്ങനെ ഒരു സംഭവത്തിന് അവിടെ പ്രസക്തിയുമില്ല. അതുകൊണ്ട് അവിടെ ചാട്ടത്തിനൊരു ആവശ്യവുമില്ല. ചാട്ടത്തിന്റെ ആവശ്യമുള്ളപ്പോൾ ചാടുമ്പോൾ മാലാഖമാർ നമ്മളെ താങ്ങും. പക്ഷെ ഇപ്പോൾ ഇവിടെ അവിടെ ഒരു കാര്യവുമില്ല, ഒരാവശ്യവുമില്ല. മനുഷ്യ ജീവിതത്തിൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമുണ്ട്. ആവശ്യങ്ങളെ ഒക്കെ ഒഴിവാക്കുവാൻ കഴിയുന്നതാണ്, എന്നാൽ അത്യാവശ്യങ്ങളെ ഒക്കെയാണ് ഒഴിവാക്കുവാൻ സാധിക്കാതെ വരുന്നത്. നമ്മുടെ കർത്താവിനെ നമുക്ക് അത്യാവശ്യങ്ങളെയൊക്കെയല്ലേ വിളിക്കേണ്ടത്? മനുഷ്യന്റെ പ്രാർത്ഥനയുടെ തലത്തെ ഇവിടെ നമുക്ക് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിനക്ക് ആവശ്യമുണ്ടാകാം, അത്യാവശ്യമുണ്ടാകാം, എന്നാൽ അത്യാവശ്യത്തിലേക്ക് വിളിച്ചു വരുത്തുന്നവനായിട്ട് വേണം നാം ശ്രമിക്കേണ്ടത്. ഇവിടെ മുകളിൽ നിന്ന് ചാടണം എന്നുള്ളത് ഒരാവശ്യമാണ്, പിശാചിന്റെ ആവശ്യം. അതൊരു അത്യാവശ്യമായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് യേശു തമ്പുരാൻ ഇവിടെ ഭംഗിയായി മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന്.
കർത്താവിനെ ടെസ്റ്റ് ചെയ്യുവാനായി നമ്മൾ തുനിയരുത്. കൂടെ നിൽക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്ന് വിശ്വസിക്കണം. അത്യാവശ്യങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കർത്താവ് അത് നമ്മളോട് കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അവിടെ എന്താണ് കാണുന്നത്? ഉയരമുള്ള ഒരു മലയിലേക്ക് ആനയിച്ച് കൊണ്ടുപോയിട്ട് ലോകത്തിന്റെ ഉയരമുള്ള ഒരു മലയിലേക്ക് കൊണ്ടുപോവുകയാണ് സാത്താൻ. അവിടെ കൊണ്ടുപോയി ചെന്ന് നിർത്തിയിട്ട് പറയുകയാണ്, ലോകത്തിന്റെ സർവ്വ രാജ്യങ്ങളുടെയും അവയുടെ മഹത്വത്തെ കാണിച്ച് വീണ് എന്നെ വന്ദിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പിശാച് പറയുന്നു. അപ്പോൾ യേശു തമ്പുരാൻ അവനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, സാത്താനെ നീ മാറിപ്പോ, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണമെന്ന്, അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് യേശു തമ്പുരാൻ പറയുകയാണ്. വാത്സല്യമുള്ളവരെ, ഇവിടെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുവാനായിട്ടാണ് പിശാച് ഒരു വഴി ദൈവത്തിന് കൊടുക്കുകയാണ്. ഈ കാണുന്ന രാജ്യം മൊത്തം പിശാചിന്റെ അധീനതയിൽ ആണ് എന്ന് അവൻ പ്രഖ്യാപിച്ചിട്ട് വെറുതെ ഒന്ന് നമസ്കരിച്ചാൽ അതിപ്പോൾ തന്നെ എഴുതി തന്നേക്കാമെന്ന് പിശാച് പറയുന്നു. പക്ഷെ കർത്താവിനറിയാം ഈ ലോകം തന്റെ കീഴിലാകുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അധ്വാനിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിനുണ്ട്. എന്തെല്ലാമാണ് അധ്വാനിക്കേണ്ടത്? ഒരു ക്രൂശ് മരണം അവൻ പ്രാപിക്കേണ്ടതുണ്ട്, കഷ്ടപ്പാടുകൾ അവൻ സഹിക്കേണ്ടതുണ്ട്, ഒരു ഹാസ്യ ആഴ്ച അവനെ കാത്തിരിക്കേണ്ടതുണ്ട്, ദുഃഖവെള്ളിയുടെ ഒരു അനുഭവം അവനുണ്ട്, അവൻ ക്രൂശിൽ കയറേണ്ടതുണ്ട്, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കേണ്ടതായ ഒരു ദിവസമുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഈ കാണുന്ന രാജ്യവും അതിൻ്റെ മഹിമയും തൻ്റെ കീഴിലാവുകയുള്ളൂ എന്ന് യേശു തമ്പുരാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അത്രമാത്രം അധ്വാനിക്കുവാനായി തൻ്റെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എന്നാൽ വെറുതെ കുമ്പിട്ടാൽ പെട്ടെന്ന് കിട്ടുമെന്ന് സാത്താൻ പറയുമ്പോൾ യേശു തമ്പുരാൻ ഇവിടെ നമ്മളെ പഠിപ്പിച്ച് തന്ന ഒരു വലിയ സത്യമുണ്ട്. അധ്വാനിക്കാതെ നിങ്ങൾ ഫലം കാണരുത് എന്നുള്ളതാണ്. വാത്സല്യമുള്ളവരെ, നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രം ഫലം അനുഭവിക്കാവൂ. നമ്മുടെ വിയർപ്പിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഇതിന് വലിയൊരു ഉദാഹരണമാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത് ലാസറിന്റെ ഭവനം. അവിടെ കടന്നു നിന്നിട്ട് യേശു തമ്പുരാൻ അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റുക. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ലാസറേ നീ പുറത്തു വരിക എന്ന്. കല്ല് ഉരുട്ടി മാറ്റാതെ അവിടെ ചെന്ന് ആദ്യം ലാസറേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ലാസർ ആ കല്ലും കല്ലറയുടെ മുകളിൽ കയറ്റി വച്ചിരിക്കുന്ന സാധനങ്ങളും പൊളിച്ച് കൊണ്ട് പുറത്തേക്ക് വന്നേനെ. പക്ഷെ കർത്താവ് എന്താ ചെയ്തേ? അവിടെ കല്ലുരുട്ടി മാറ്റുവാനായി കൂടിയിരിക്കുന്നവരോട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇനിയെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ്, അതായത് നമ്മളൊരു കാര്യത്തിന് തുനിയുമ്പോൾ അത് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അതുണ്ടായേ മതിയാകൂ. അത് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്താൽ മാത്രമേ യേശു തമ്പുരാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കല്ലുരുട്ടി മാറ്റുക എന്നത് ആളുകളുടെ ജോലിയാണ്. അടുത്ത സ്റ്റെപ്പാണ് കർത്താവ് അവിടെ ചെയ്തത്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നതായ ഒരു ഒറ്റ പ്രാവശ്യം ഒരു കാര്യമുണ്ട്, പിശാചിന്റെ മുമ്പിൽ പെട്ടെന്ന് വീണാൽ ഈ ലോകം മൊത്തം അവനെ കീഴിലാക്കുമെന്ന്. പക്ഷെ അതെല്ലാം ക്രൂശ് മരണവും കർത്താവിന്റെ കഷ്ടാനുഭവവും ഉയർത്തെഴുന്നേൽപ്പും താൻ വഹിച്ചേ പറ്റൂ. അതിനു വേണ്ടി ഫലം അനുഭവിക്കേണ്ടതായ ഒരു സമയമുണ്ട് എന്ന് യേശു തമ്പുരാൻ വിചാരിക്കുകയാണ്. പരീക്ഷണത്തിലൂടെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയല്ലേ? നീ ജീവിക്കുന്ന സാഹചര്യത്തിൽ അധ്വാനിക്കുന്ന അല്ലാതെ ഭക്ഷിക്കുവാനായിട്ട് നിനക്ക് ഒരു അവകാശവുമില്ല. നിന്റെ വിയർപ്പിന്റെ ഫലമാണ് നീ അനുഭവിക്കേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, 3 പരീക്ഷണങ്ങളിലൂടെയും കർത്താവ് അതിജീവിക്കുമ്പോൾ അതുമായി തട്ടിച്ചു നോക്കുന്ന ഈ 3 പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കും. ഒന്നാമതായി, നമുക്ക് കാത്തിരിക്കുവാൻ സമയമില്ല, എല്ലാം അപ്പോൾ തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്കൊന്ന് പഠിക്കേണ്ടതാണ്.
അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്ക് കാത്തുവച്ചിട്ടുണ്ട് എന്ന്. പോർ പൊരുതി ഓട്ടത്തിൽ ഒന്നാമതെത്തി എന്നല്ല പൗലോസ്ലീഹ പറയുന്നത്. നല്ല പോർ പൊരുതി ഓട്ടത്തെ തികച്ചു എന്നാണ്. ഓട്ടത്തെ തികയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നാം കാത്തിരിക്കണം. ആ സമയത്തെ നമ്മളൊന്ന് ഉപയോഗിക്കണം. അങ്ങനെ നമ്മുടെ ഓട്ടത്തെ നമ്മൾ തികയ്ക്കണം. അപ്രകാരം ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് വാത്സല്യമുള്ളവരെ. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ടാകാം, അത്യാവശ്യങ്ങളുണ്ടാകാം. എന്നാൽ അത്യാവശ്യങ്ങളിലേക്ക് നമ്മുടെ തമ്പുരാനെ നമുക്ക് ക്ഷണിക്കണം. ഒരു ചാട്ടം ഒക്കെ അനിവാര്യമാണ്. അതായിരിക്കേണ്ട സ്ഥലത്താണ് ഉപയോഗിക്കേണ്ടത്. മൂന്നാമതായിട്ട്, നമ്മൾ അധ്വാനിച്ച് ഫലം കണ്ടെത്തണം. എളുപ്പ വഴിയിലൂടെ ക്രിയ ചെയ്യുവാനായിട്ടല്ല യേശു തമ്പുരാൻ പറഞ്ഞത്. അധ്വാനിച്ച് ഫലം കണ്ടെത്തി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നോമ്പിന്റെ കാലയളവിൽ ഈ 3 പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനായിട്ട് തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ഇത് പഠിക്കുമ്പോൾ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശു തമ്പുരാന്റെ അടുക്കൽ പിശാച് കടന്നു വരികയാണ്. ഇപ്രകാരം 40 ദിവസം ഉപവാസത്താലും പ്രാർത്ഥനയാലും നോമ്പാലും ജീവിക്കുന്ന നമ്മൾ കർത്താവിന്റെ ആ വലിയ കഷ്ടാനുഭവങ്ങളെ 10 ദിവസം കൂടെ നമ്മളൊന്ന് സ്മരിച്ച് ഉയർപ്പിന്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം മുതൽ ആ വലിയ ആന്തരിക വലയത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പിശാച് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാത്സല്യമുള്ളവരെ, നമ്മളെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അവന്റെ കയ്യിൽ പിടികൊടുക്കുവാനല്ല. അവൻ കൊണ്ടുവരുന്ന പരീക്ഷണങ്ങൾ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നിന്ന് കൃപ നമുക്ക് ലഭിക്കട്ടെ. ഈ പരീക്ഷണങ്ങളൊക്കെയും നമ്മളിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് യേശു തമ്പുരാൻ നമ്മളോട് കൂടെയിരിക്കട്ടെ. ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്കതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ടും ഈ വേദഭാഗത്തു നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.